അപ്പോഴേ നമുക്കൊരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. പഴുത്ത ചക്കയല്ല, പച്ചച്ചക്കയാണ് കൊണ്ടുവന്നിരുന്നത്. വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും അത് ചെറുതായിട്ട് പഴുത്തു. ഒരു കഷ്ണം ഞങ്ങൾ മുറിച്ച് കഴിച്ചു, ബാക്കി ഒരു കഷ്ണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കയുടെ ഉൾഭാഗം കേട്ടോ. നല്ലപോലെ പഴുത്തിട്ടുണ്ട്. വല്ലാണ്ട് പഴുത്ത് ചീഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പഴുത്തിട്ടുണ്ട്. നമുക്ക് മുത്തശ്ശിമാരുണ്ടാക്കിയിരുന്ന പലഹാരം ഉണ്ടാക്കാൻ ഇത്ര പഴുപ്പൊക്കെ മതി കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പം നമുക്ക് ഈ കത്തി ആയതുകൊണ്ട് എളുപ്പമാട്ടോ മുറിക്കാൻ. ഇതിൻ്റെ ഈ ഭാഗമല്ലേ കരിമുള്ള്, അത് ചെത്തി കളഞ്ഞിട്ട് ഞാനിങ്ങനെ പേപ്പറിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങളതിന് പറയണ്ട ന്യൂസ് പേപ്പറിൽ വെച്ചു ഒന്നും പറയണ്ട. കാരണം ഇതിൻ്റെ അടിഭാഗത്ത് ചക്കയുടെ ഒരംശം പോലും വരുന്നില്ല. നമ്മൾ ആ കരിമുള്ള് മാത്രമേ ചെത്തിയിട്ട് വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോന്നായിട്ട് ചെത്തിയെടുത്ത ശേഷം ഇതിൻ്റെ കുരുവും ചകിണിയും ഒക്കെ നീക്കിയ ശേഷം ചുള മാത്രമാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചക്ക മുറിക്കുമ്പം എത്ര പലഹാരത്തിനാണെങ്കിലും ശരി, ആ മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ചക്കച്ചുള കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമോ? അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ച് കൊതിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു ചക്കച്ചുള കൂടി കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം നന്നാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളിതാ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ച ചക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക കൊണ്ട് നമ്മൾ ഇന്നൊരു അട ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇല വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിമാവ്, പച്ചരി കുതിർത്തരച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പച്ചരിൻ്റെ ഈ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പൊടി എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് തേങ്ങ ചിരവി അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും വേണം. പിന്നെ ഏലക്കേൻ്റെ പൊടി വേണം കേട്ടോ. അപ്പം ഏലക്കേൻ്റെ പൊടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല, അത് അന്നേരം ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ ചക്ക ഇതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ചക്ക ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് മുറിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ. കാരണം പഴുത്ത ചക്ക ചിലപ്പം നമ്മൾ സാധാരണ നന്നാക്കിയ വടക്കം മുറിക്കുമ്പം നമുക്ക് കയ്യിൽ നിന്ന് വഴുതി പോകാറുണ്ട്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഞാനൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി ഉരുളി ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ചക്ക ഒന്ന് ഇട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് ശർക്കര പാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഉരുളി ചൂടായിട്ട് ഞാൻ നെയ്യ് കുറച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ നെയ്യ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കണമെന്നില്ല, വെറുതെ ചക്ക ഇട്ടിട്ട് ഇളക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുവാണ്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ഇലയടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും തേങ്ങയും ശർക്കരയും മാത്രം ഇട്ടിട്ടുണ്ടാക്കും. പിന്നെ അതുപോലെ തേങ്ങയും ശർക്കരയും അതിനകത്ത് പഴം, നേന്ത്രപ്പഴം മുറിച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇവിടങ്ങളിലൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ശർക്കരയും അവിലും തേങ്ങയും കൂടി വെച്ചിട്ടുള്ള ഇലയട. അപ്പം അങ്ങനെ പല രീതിയിലും ഇലയട ഉണ്ടാക്കാറുണ്ട്. ചക്ക വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പല ആളുകളും ചിലപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ഞാനിതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ല. അപ്പം ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്ന് ചക്ക അട ചെയ്താലോ എന്ന്. നമ്മൾ ചക്കയുടെ പലഹാരം, ചക്കയപ്പം ഉണ്ടാക്കുന്നത് ചക്ക ശരിക്കും പഴുത്ത ചക്ക അരച്ച് വേവിച്ചരച്ച ശേഷം അരിമാവിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. പിന്നെ പഴുത്ത ചക്ക മുറിച്ചിട്ടിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പം ഇത് ഇലയടയായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ചക്ക ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ചതല്ലേ, അപ്പോൾ ആ ഒരു തണുപ്പ് കൊണ്ട് കുറച്ച് നന്നായി ചൂടായാൽ മാത്രമേ ചക്ക വാടി വരുള്ളൂ. നല്ലപോലെ വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനെന്താ ശർക്കര ഒഴിക്കാൻ പോവുകയാണേ. ഈ ശർക്കരയിൽ കിടന്ന് ഈ ചക്ക നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ ശർക്കരയും ആ ചക്കയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചക്ക ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇതിൽ നെയ്യ് ചേർന്നിട്ടുണ്ട്, അതുപോലെ ശർക്കരയും.
അപ്പോൾ തന്നെ ഈ ഒരു ചക്ക കഴിക്കാൻ നല്ല രസമുണ്ടാവും, വെറുതെ കോരി കഴിക്കാൻ. അപ്പോൾ എനിക്കിതിങ്ങനെ ഇതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ വായിലിങ്ങനെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ ഇലയുടെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഉണ്ടാക്കുന്നതല്ലേ, അത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ കിട്ടലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ മെനക്കെടുന്നില്ല. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കരയും ചക്കയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ചക്കയും ശർക്കരയും നെയ്യും കൂടെ നന്നായിട്ട് അങ്ങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് ആ ശർക്കര മധുരമൊക്കെ ചക്ക വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത്, അട ഉണ്ടാക്കേണ്ടത്, അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇളക്കി നോക്കുക. നല്ലപോലെ സെറ്റായി വരുന്നുണ്ടെങ്കിൽ അത്ര മതി തേങ്ങ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ശരിക്കും ഇതിൽ തേങ്ങേൻ്റെ ടേസ്റ്റിനെക്കാളും ചക്കേൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തേങ്ങ ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ ഇതൊന്ന് ജോയിൻ്റ് ആയിട്ട്, അതായത് നമുക്ക് ആ അടയിലോട്ടൊന്ന് വയ്ക്കാൻ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങ ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു പിടി കൂടി തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ആ ശർക്കരയൊക്കെ തേങ്ങയിൽ പിടിച്ച് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഏലക്കേൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് ഏലക്കേൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചക്കയും തേങ്ങയും ശർക്കരയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മാവ് സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഈ കൂട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം ഇത് കണ്ടോ, നന്നായിട്ട് സെറ്റായതുപോലെ കിട്ടണം. ആ ശർക്കരേൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഉണ്ടാവും. അപ്പോൾ എന്താ ഞാൻ നമ്മുടെ ഇലയൊക്കെ വാട്ടി തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിമാവ് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ ഈ അരിമാവ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനിപ്പോൾ കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് പരത്തിയെടുക്കാം, സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് പരത്താം. അപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് പരത്തുന്നത്. നിങ്ങൾക്കിപ്പം അരിപ്പൊടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി കുറച്ച് കട്ടിക്ക് കുഴച്ച ശേഷം പരത്തിയെടുത്താലും മതി. പക്ഷേ ഇതിൻ്റെ നല്ല ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിമാവ് അരച്ചുണ്ടാക്കുന്നതിനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതുപോലെ പരത്തിയെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഏകദേശം കട്ടി സെറ്റാക്കി എടുക്കണം. നമ്മൾ ഒരെണ്ണയിൽ പരത്തി കഴിഞ്ഞു. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി മിക്സാക്കി വെച്ച് കൊടുക്കാം. അപ്പം ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം അതിൻ്റെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് ഇല മടക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കേട്ടോ. ഇങ്ങനെയൊന്ന് മടക്കുക, ജസ്റ്റ് ഇങ്ങനെയൊന്ന് മടക്കുക. പിന്നെ ഈ ഭാഗത്തേക്ക് ഒന്ന് ജസ്റ്റ് മടക്കിയ ശേഷം നമുക്കിത് നേരെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പൊതി ഇതെങ്ങനെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ ഇലയായിട്ട് നമുക്ക് മാവ് പരത്തിയ ശേഷം നമ്മുടെ കൂട്ട് വെച്ച് നമുക്ക് പൊതിഞ്ഞ് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് നമ്മുടെ ഇലയുടെ ചക്ക ഇലയുടെ വെന്തോ നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മുടെ ഇലയുടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ചൂട്. കണ്ടോ? നല്ല സോഫ്റ്റ് ഉണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാൻ. അപ്പോൾ ഇതാ നമ്മുടെ ഇലയട ഞാൻ കഴിച്ച് നോക്കാം കേട്ടോ. ചക്കേൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇലയടയിൽ ഇപ്പം തേങ്ങയും പഞ്ചസാരയും അങ്ങനെ വെക്കുന്നതും ഇനി തേങ്ങയും ശർക്കരയും മാത്രം വെച്ച് കഴിക്കുന്നതും അങ്ങനെയൊക്കെ വെച്ച് കഴിക്കുന്നതിനും വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നമ്മളെ ചക്കയും കൂടി ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടോ. നല്ല ചക്ക അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൽ ചക്ക ഉണ്ടെന്ന് കാണുന്ന പോലും ഇല്ല കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം നമ്മൾ ഒരുപാട് കട്ടിയിലൊന്നല്ലല്ലോ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ? നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടി ആയാൽ അടിപൊളിയായി. അപ്പം ഞാനിത് മുഴുവൻ കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഇതിപ്പം നമ്മൾ ഈ പഴുത്ത ചക്ക മുറിച്ച് വെക്കുന്നതിന് പകരം നമുക്ക് ചക്ക വരട്ടിയതൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്യാം കേട്ടോ. പക്ഷേ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും.